പശ്ചിമേഷ്യ ഒന്നാകെ ചാമ്പലാക്കാൻ പോകുന്ന മഹായുദ്ധത്തിന്റെ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള പോരാട്ടം അതിന്റെ ഏറ്റവും ഭീതിജനകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കനത്ത പ്രഹരം നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള യുദ്ധഭീഷണികളെയും വിരട്ടലുകളെയും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞ ഇറാൻ ലോകത്തെ ഞെട്ടിക്കുന്ന വൻ പ്രത്യാക്രമണ പദ്ധതികളാണ് അണിയറയിൽ ഒരുക്കുന്നത്. ഒരു സൂപ്പർ പവറുകളായിട്ടുള്ള ചൈനയുടെയും റഷ്യയുടെയും തോളോട് തോൾ ചേർന്ന് നിന്നുള്ള ഒരു സൈനിക പിന്തുണയോടെ അമേരിക്കയുടെ സർവാധിപത്യം പശ്ചിമേഷ്യൻ മണ്ണിൽ വെല്ലുവിളിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇറാൻ നേരിട്ട് യുദ്ധകളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ വിശ്വസ്തരായിട്ടുള്ള ഹൂത്തി വിമതരെ മുൻനിർത്തി അമേരിക്കയുടെ താവളങ്ങളെയും സഖ്യകക്ഷികളായിട്ടുള്ള സൗദി അറേബ്യയും ശ്വാസം മുട്ടിക്കുന്ന തന്ത്രമാണ് പയറ്റുന്നത്. ചെങ്കടലിൽ അമേരിക്കൻ ബ്രിട്ടീഷ് കപ്പലുകളെ കടപുഴക്കി എറിയുന്ന ഹൂത്തികൾ അവിടുത്തെ സമുദ്രപാതകൾ പൂർണ്ണമായിട്ടും ഉപരോധിച്ചിരിക്കുകയാണ്. ചൈനയിൽ നിന്ന് അതിമാരകമായിട്ടുള്ള ആയുധങ്ങളുടെ വൻ ശേഖരം ഇറാനിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ വരും ദിവസങ്ങളിൽ ലോകം ഇതുവരെ കാണാത്ത ചോരപ്പുഴയ്ക്കാണ് ഈ പറയുന്ന അറബിക്കടലും ഗൾഫ് മേഖലയും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അത്രയേറെ മാരക നീക്കവുമായിട്ട് ഇറാൻ രംഗത്തെത്തുകയാണ്. അമേരിക്കയുടെ സർവാധിപത്യം നിലം പതിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ രംഗത്തെത്തുന്നത്. അമേരിക്കയുടെ തന്ത്രപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി രംഗത്തിറങ്ങിയ സൗദി അറേബ്യയെ സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും ശ്വാസം മുട്ടിച്ചു തകർക്കുക എന്ന അതിശക്തമായിട്ടുള്ള തന്ത്രമാണ് ഇറാൻ ഇപ്പോൾ പയറ്റുന്നത്. അതുകൊണ്ട് സൗദി അറേബ്യക്ക് ഈ ഒരു യുദ്ധത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഇതിനായിട്ട് ഇറാൻ നേരിട്ട് യുദ്ധകളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ ഏറ്റവും വിശ്വസ്തരവും പോരാട്ട വീര്യവുമുള്ള പ്രോക്സി ഗ്രൂപ്പായിട്ടുള്ള യമനിലെ ഹൂത്തി വിമതരെയാണ് പൂർണ്ണമായിട്ടും കളത്തിലിറക്കിയിരിക്കുന്നത്. സൗദിയുടെ ജീവനാഡിയായിട്ടുള്ള എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെയും തന്ത്രപ്രധാന വിമാനത്താവളങ്ങൾക്ക് നേരെയും ഹൂത്തികളെ കൊണ്ട് മാരകമായിട്ടുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിച്ച് ഒളിയുദ്ധത്തിലൂടെ സൗദിയുടെ നെഞ്ചകം തകർക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട് എന്നതാണ്. അതായത് യാതൊരു കാരണവശാലും അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ല, അമേരിക്കയുടെ തന്ത്രങ്ങൾ ഏൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ നീക്കങ്ങൾ നടത്തുന്നത്. ഇനി ആഗോള വാണിജ്യത്തിന്റെ കപ്പൽ ഗതാഗത പാതയായിട്ടുള്ള ചെങ്കടൽ പൂർണ്ണമായിട്ടും ഉപരോധിച്ച് ഹൂത്തികൾ അവിടെ തങ്ങളുടേതായ ഒരു രാജഭരണം സ്ഥാപിച്ചിരിക്കുകയാണ്. ചെങ്കടലിലെ ബാബ് അൽ മന്ദേബ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകളെ ആക്രമിച്ച് കീഴടക്കുകയും അവിടെ കനത്ത ടോൾ പിരിവ് ആരംഭിക്കുകയും ചെയ്തതായാണ് ഏറ്റവും പുതിയ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പണം നൽകാത്ത അമേരിക്കൻ ബ്രിട്ടീഷ് കപ്പലുകളെ കടലിൽ മുക്കുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് ഹൂത്തികൾ നൽകിയിരിക്കുന്നത്. ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്കോ മധ്യസ്ഥ ചർച്ചകൾക്കോ വഴിയില്ലാത്ത വിധം ചൈനയിൽ നിന്ന് എത്തിച്ച അതിമാരകമായിട്ടുള്ള ആയുധങ്ങളുടെ വൻ ശേഖരവുമായിട്ട് ഇറാൻ മരണക്കളിക്ക് ഇറങ്ങിക്കഴിഞ്ഞു എന്ന ഭീതിയിലാണ് ആഗോള സമൂഹമുള്ളത്. അമേരിക്കയുടെ അതിശക്തമായിട്ടുള്ള വ്യോമാക്രമണങ്ങളെ കേവലം കടലാസ് കഷ്ണങ്ങൾ പോലെ തകർത്തെറിയാൻ പോകുന്ന അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ചൈന രഹസ്യമായിട്ട് ഇറാനിൽ എത്തിച്ചിരിക്കുന്നത്. US-ന്റെയും ഇസ്രയേലിന്റെയും 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെ പോലും ആകാശത്ത് വെച്ച് കൃത്യമായിട്ട് കണ്ടെത്തി വെടിവെച്ചിടാൻ ശേഷിയുള്ള ചൈനീസ് നിർമ്മിത QW-12 FN-60 മിസൈലുകളുടെ വൻ ശേഖരമാണ് ഇപ്പോൾ അവിടെയുള്ളത്. മാത്രമല്ല ഇറാൻ ഈ ഒരു ആയുധങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞു, മിസൈലുകൾ സ്വന്തമാക്കി കഴിഞ്ഞു. ശത്രുവിന്റെ വ്യോമ മേധാവിത്വത്തെ പൂർണ്ണമായിട്ടും നിഷ്പ്രഭമാക്കുന്ന ചൈനീസ് സാങ്കേതിക വിദ്യ ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് തന്ത്രപരമായിട്ടുള്ള സുരക്ഷാ കവചമാണ് ഒരുക്കുന്നത്. ഇറാനെ തവിടി പൊടിയാക്കും, കനത്ത പ്രഹരം നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള പ്രസ്താവനകളെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാൻ തങ്ങളുടെ ഭൂഗർഭ മിസൈൽ നഗരങ്ങളുടെ കവാടങ്ങൾ തുറന്നു കഴിഞ്ഞു. US-ന്റെ മിഡിൽ ഈസ്റ്റിലെ കമാൻഡ് സെന്ററുകളും നാവിക വ്യൂഹങ്ങളും നിമിഷങ്ങൾക്കകം ചാരമാക്കാൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് ബാലസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ സൈന്യം വിക്ഷേപണത്തിന് സജ്ജമാക്കി നിർത്തിയിരിക്കുന്നത്. ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന ഇറാന്റെ കടുത്ത നിലപാട് വാഷിംഗ്ടണിനെ പോലും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇറാനുമായിട്ട് നേരിട്ടൊരു യുദ്ധത്തിന് മുതിരാൻ ഭയപ്പെടുന്ന അമേരിക്ക പശ്ചിമേഷ്യയിലെ തങ്ങളുടെ പ്രധാന സാമ്പത്തിക പങ്കാളിയായിട്ടുള്ള സൗദി അറേബ്യ ഇറാനെതിരെ ആയുധമാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ സൗദിക്ക് അയ്യോ കഷ്ടമാണ്. US സമ്മർദ്ദത്തിന് വഴങ്ങി ഇറാഖിലെ ഇറാൻ അനുകൂല മിലിഷ്യ ക്യാമ്പുകൾക്ക് നേരെ സൗദി അറേബ്യൻ വ്യോമസേന സംയുക്തമായിട്ട് ബോംബാക്രമണം നടത്തി കഴിഞ്ഞു. ഈ പ്രാദേശികമായി അറബ് രാജ്യങ്ങളെ ഇറാന് നേരെ തിരിച്ചുവിട്ട് ഒളിയുദ്ധം നടത്തുക എന്ന കളിയിലാണ് അമേരിക്ക ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയുടെ വാക്കുകേട്ട് ആയുധമെടുത്ത സൗദി അറേബ്യയെ
ഹൂത്തിയെ നേരിട്ടല്ലാതെ തകർക്കാൻ ഇറാൻ തങ്ങളുടെ ഏറ്റവും പ്രോക്സി ഗ്രൂപ്പായ അല്ലെങ്കിൽ വിശ്വസ്ത ഗ്രൂപ്പായ ഈ യമനിലെ ഹൂത്തികളെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. സൗദിയിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദന കേന്ദ്രമായിട്ടുള്ള ആരാംകോയുടെ റിഫൈനറികൾക്ക് നേരെയും ജിസാൻ അബഹ വിമാനത്താവളങ്ങൾക്ക് നേരെയും ഹൂത്തികൾ വൻതോതിൽ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. നേരിട്ട് യുദ്ധമുഖത്ത് വരാതെ തന്നെ സൗദിയുടെ സാമ്പത്തിക അടിത്തറ തോണ്ടുക എന്ന അതിശക്തമായിട്ടുള്ള തന്ത്രമാണ് ഇറാൻ ഇവിടെ പയറ്റുന്നത്. ഇനി ആഗോള വാണിജ്യത്തിന്റെ ജീവനാഡിയായിട്ടുള്ള ഈ ചെങ്കടൽ പാത ഇപ്പോൾ പൂർണ്ണമായിട്ടും ഹൂത്തികളുടെ കസ്റ്റഡിയിലായി കഴിഞ്ഞു. തന്ത്രപ്രധാനമായിട്ടുള്ള ഈ ബാബൽ മന്ദേബ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകളെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് ഭീമമായിട്ടുള്ള തുക ടോൾ പിരിക്കാനാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ ഉപദേശത്തോടെ ഹൂത്തികൾ പുതിയ സംവിധാനം ഒരുക്കുന്നത്. അതായത് ടോൾ പിരിവ് അവിടെ നടത്തി കഴിഞ്ഞു. പണം നൽകാത്ത അമേരിക്കൻ ബ്രിട്ടീഷ് കപ്പലുകളെ കടലിൽ മുക്കുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് അവിടെ അവർ നൽകിയിരിക്കുന്നത്. ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയാണ്. എന്തായാലും സൗദി അമേരിക്ക വിശ്വസിച്ച് രംഗത്തിറങ്ങിയത് ഇപ്പോൾ 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല ചെങ്കടലിലെ ടോൾ പിരിവ് ഈ ഹൂത്തികൾ കടുപ്പിക്കുന്നതോടെ ആകെ മൊത്തത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഈ ഒരു യുദ്ധം പോകുന്നത്. ഈ ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം പിടിച്ചെടുത്ത ഇറാൻ ഗൾഫ് മേഖലയിൽ എല്ലായിടവും US താല്പര്യങ്ങൾക്ക് നേരെ കനത്ത അട്ടിമറി ആക്രമണങ്ങൾക്കാണ് പദ്ധതിയിടുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഈജിപ്തിലെ ഈ ഡാമിയറ്റ തുറമുഖത്ത് കിടന്ന US ഉടമസ്ഥതയിലുള്ള ഗ്യാസ് ടാങ്കർ നേരെ കഴിഞ്ഞ ദിവസം നടന്ന ഡ്രോൺ ആക്രമണം ഈ ഒരു വലിയ വിനാശകരമായിട്ടുള്ള നീക്കത്തിന്റെ ഒരു സാമ്പിൾ മാത്രമാണ്. സംഘർഷം മെഡിറ്ററേനിയൻ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ സൂചന കൂടിയാണിത്. ഈ പരമ്പരാഗത യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ US-ന് മേൽക്കൈ ഉണ്ടെങ്കിലും ഇറാന്റെയും ഹൂത്തികളുടെയും കൈവശമുള്ള അത്യന്തം അപകടകാരികളായിട്ടുള്ള കാമിക്കേസെ അതായത് ആത്മഹത്യാ ഡ്രോണുകൾ അമേരിക്കൻ സൈന്യത്തിന്റെ ഉറക്കം കെടുത്തുന്നു. ഈ റഡാറുകളുടെ കണ്ണിൽ പെടാതെ താഴ്ന്നു പറക്കുന്ന 10,000-കണക്കിന് ഡ്രോണുകൾ ഒരേ സമയം വിക്ഷേപിച്ചാൽ സൗദിയിലെയും ഇസ്രയേലിലെയും എല്ലാം US വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പാടെ നിഷ്പ്രഭമാകും. അമേരിക്കയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇറാന് പിന്നിൽ റഷ്യയും ഉത്തര കൊറിയയും പാറ പോലെ ഉറച്ചു നിൽക്കുന്നുണ്ട്. അമേരിക്കയും പശ്ചിമേഷ്യ ശക്തികളെയും ലോക ഭൂപടത്തിൽ തന്നെ വെല്ലുവിളിക്കാൻ ശേഷിയുള്ള ഈ ഒരു പുതിയ അച്ചുതണ്ട് സഖ്യം ഇറാൻ ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള സാറ്റലൈറ്റ് വിവരങ്ങളും സൈനിക മേൽനോട്ടവും നൽകുന്നുണ്ട്. ഈ ഒരു ആഗോള ശക്തികളുടെ പിന്തുണ ഇറാന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിരിക്കുകയാണ്. ഇനി ഹൂത്തികളുടെയും ഇറാന്റെയും കനത്ത മിസൈൽ പ്രഹരങ്ങളിൽപ്പെട്ട് സാമ്പത്തികമായിട്ട് ഉലയുന്ന സൗദി അറേബ്യ തങ്ങളെ രക്ഷിക്കാൻ ഇപ്പോൾ അന്താരാഷ്ട്ര നാവിക സഖ്യം രൂപീകരിക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ നെട്ടോട്ടമോടുകയാണ്. എന്നാൽ ഇറാന്റെ അതിശക്തമായിട്ടുള്ള മിസൈൽ പോരാട്ടത്തിന് മുന്നിൽ US നേരിട്ട് രംഗത്തിറങ്ങിയില്ലെങ്കിൽ സൗദിക്കോ മറ്റ് അറബ് കൂട്ടായ്മകൾക്കോ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതാണ് പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത്. ഇരുപക്ഷവും ഒരിഞ്ച് പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ ഒരു മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന് ആഗോള പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. തങ്ങളുടെ ആണവ നിലയങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ലോകം ഇതുവരെ കാണാത്ത അതിമാരകമായിട്ടുള്ള ആയുധങ്ങൾ പുറത്തെടുക്കുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. ഇറാൻ ഓരോ പ്രഖ്യാപനങ്ങളും നിലപാടുകളും പ്രതികരണങ്ങളും നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് ഇറാൻ നടപ്പിലാക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ഒരു പ്രഖ്യാപനം ഇനി ഈ ഒരു യുദ്ധത്തിന്റെ ആഴത്തെ അളന്നു കാണിക്കുന്നുണ്ട്. അമേരിക്ക ഏതെങ്കിലും തരത്തിൽ അങ്ങനെ മുതിർന്നു കഴിഞ്ഞാൽ ലോകം വലിയൊരു യുദ്ധത്തിലേക്കും നാശത്തിലേക്കും പോകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഒരു മധ്യസ്ഥ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ ചർച്ചകൾക്കും വഴിയില്ലാത്ത വിധം ഇറാൻ മരണക്കളിക്ക് ഇറങ്ങിക്കഴിഞ്ഞു എന്ന ഭീതിയിലാണ് ലോകമെമ്പാടുമുള്ള ആളുകൾ അല്ലെങ്കിൽ ജനങ്ങൾ, രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇതിനെ ഉറ്റുനോക്കുന്നത്. ഏത് നിമിഷവും ആളിപ്പടരാവുന്ന ഒരു ആഗോള യുദ്ധത്തിന്റെ കനത്ത അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യ സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയുടെ സൈനിക കരുത്തും ട്രംപിന്റെ ഉപരോധ ഭീഷണികളും റഷ്യ ചൈന സഖ്യത്തിന്റെ ആയുധ ബലത്തിന് മുന്നിൽ അപ്രസക്തമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. വെറും ഒരു പ്രാദേശിക സംഘർഷങ്ങൾക്കപ്പുറം ആഗോള വൻശക്തികൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പ്രഭാവ കേന്ദ്രമായിട്ട് ഗൾഫ് മേഖല മാറിക്കഴിഞ്ഞു. ഈ തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കും ചെങ്കടലും ഒരേ സമയം നിശ്ചലമാക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയരുകയും വൻ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്യും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയും പ്രവാസി സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തെയും കടുത്ത രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്ക് ഇല്ലാത്ത വിധം മാരകായുധങ്ങളുമായിട്ട് ഇറാനും അമേരിക്കയും മരണക്കളിക്ക് ഇറങ്ങുമ്പോൾ ലോകം മുഴുവൻ വലിയൊരു വിനാശത്തിന്റെ ഭീതിയിലാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധമുഖത്ത് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ
ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഇറാന്റെ ഈ ഒരു നിർണായക നീക്കം എന്ന് പറയുന്നത് അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. എന്തായാലും വലിയ ഭീതിയിൽ തന്നെയാണ് പശ്ചിമേഷ്യ ഉള്ളത്. ഇറാന്റെ നീക്കങ്ങളും ട്രംപിന്റെ പ്രതികരണങ്ങളും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ വലിയൊരു വിനാശത്തിലേക്ക് ഈ ഒരു യുദ്ധത്തെ കൊണ്ടുപോവുകയാണ്. ഇനി സൗദിക്ക് കഷ്ടകാലമാണ്. സൗദിയുടെ കേന്ദ്രങ്ങൾ ഹൂത്തികൾ തകർക്കുമ്പോൾ അത് ഇറാന്റെ വലിയൊരു വിജയമായിട്ട് മാറുകയാണ്. ഇറാന്റെ സഖ്യകക്ഷികൾ അതിഗംഭീരമായിട്ട് ഇറാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അവിടെ അമേരിക്കയെ വിശ്വസിച്ച സൗദിയും ഗൾഫ് മേഖലയൊക്കെ വലിയ രീതിയിൽ തന്നെ ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ ആ വിശ്വസ്തത, അമേരിക്കയോടുള്ള വിശ്വസ്തതയിൽ വലിയ വിള്ളൽ വീഴുകയാണ്. ഇപ്പോൾ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യങ്ങൾ നെട്ടോട്ടം ഓടുകയാണ്. എങ്കിലും റഷ്യയും ചൈനയും രംഗത്തെത്തുന്നതോടെ വലിയ നീക്കങ്ങൾക്കാണ് ഇറാൻ കോപ്പ് കൂട്ടുന്നത്.